നമുക്കറിയാം ഈ മാധ്യമ രീതിയിൽ തീവ്ര വലതുപക്ഷ മാധ്യമങ്ങളെല്ലാം തന്നെ അത് ലോകത്ത് എല്ലായിടത്തും, അത് ഇന്ത്യയിൽ മാത്രമല്ല എല്ലായിടത്തും അവർ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പിനെ ന്യായീകരിക്കാൻ അവർക്ക് മാത്രം അനുവദനീയമായ കാര്യമാണ് മനുഷ്യത്വം. അവരോട് മാത്രം എല്ലാവരും മനുഷ്യത്വം കാണിക്കണം, ബാക്കിയുള്ളവരോട് കാണിക്കരുത്. ഒന്ന് ആലോചിക്കണം, ഫലസ്തീനിൽ പട്ടിണി മരണങ്ങൾ വർദ്ധിച്ചു വരുന്നതിനെ കുറിച്ച് അവർക്ക് യാതൊരു അന്താളിപ്പുമില്ല. ഇസ്രയേലി മാധ്യമങ്ങൾ അതിനെ പരിഹസിച്ച് കളിയാക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, ഹമാസ് ഭീകര സംഘടനയാണെന്ന് മുദ്ര കുത്തുന്നവർ മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാനുമായി കൈകൊടുക്കുന്ന US-ന്റെ നയങ്ങളെക്കുറിച്ച് അവർക്ക് ഒന്നും പറയാനില്ല. ഇവിടെ ഇസ്രയേലിലെ ഒരു വ്യക്തിയെ പിടിച്ചുകൊണ്ടുപോയി ബന്ദിയാക്കിയതിൻ്റെ 24 വയസ്സുകാരനായ ഡേവിഡിനെ ബന്ദിയാക്കിയതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഹമാസ് ഇത് പുറത്തുവിട്ട് ആഘോഷിക്കുകയാണ്. ആ വ്യക്തി തൻ്റെ ശവക്കല്ലറ തോണ്ടുകയാണ്, അല്ലെങ്കിൽ ശവക്കല്ലറ ഒരുക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കകം മരണമടയും. അത് കൃത്യമായി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചുകൊണ്ട് ഹമാസ് ഇസ്രയേലിനെ പ്രകോപിപ്പിക്കുകയാണ് എന്ന് പറയുകയാണ്. അതായത് എല്ലും തോലും പോലെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ, വലിയ രീതിയിൽ ആരോഗ്യ ദൃഢഗാത്രനായ ഒരു വ്യക്തി പെട്ടെന്ന് തന്നെ 2 കൊല്ലത്തിനുള്ളിൽ ഇത്രയും ശോചനീയമാവണമെങ്കിൽ അയാൾക്ക് വെള്ളമോ ഭക്ഷണമോ ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതല്ലേ? അയാൾക്ക് ഒന്നും തന്നെ മതിയാവുന്നില്ല. ജീവൻ കിടക്കാൻ വേണ്ടി എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തു കാണാം എന്നുള്ളത് മാത്രമാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. പട്ടിണി മരണങ്ങൾ റെക്കോർഡ് നമ്പറിലാണ് ഫലസ്തീനിൽ ഉള്ളത്. ഗാസ മുനമ്പത്ത് ഇസ്രായേൽ നടത്തിയ ക്രൂര വേട്ടയ്ക്ക് മറുപടി എന്ന രീതിയിലുള്ള ഹമാസിന്റെ പ്രത്യാക്രമണം ഇങ്ങനെയൊക്കെയാണ് എന്ന് ഇസ്രയേലി മാധ്യമങ്ങൾ കൃത്യമായി വരച്ചു വെക്കുമ്പോൾ ഇസ്രയേൽ തന്നെ മനസ്സിലാക്കുന്നു ഹമാസിനോട് ചെയ്തതല്ല, ഫലസ്തീൻ ജനതയോട് ചെയ്ത ക്രൂരതയ്ക്ക് അല്ലെങ്കിൽ ആ പൈശാചികത്വം 62,000 പേരുടെ ജീവൻ എടുത്തുകൊണ്ട്, അതും ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ ജീവൻ എടുത്തുകൊണ്ട് അവർ നടത്തുന്ന നരനായാട്ട്. ഇസ്രയേലിൽ നിന്നും പിടിച്ചുകൊണ്ട് ബന്ദിയാക്കപ്പെട്ടിരിക്കുന്ന ഇസ്രയേലിലെ പൗരന്മാർ, അതുപോലെ ജർമ്മനി ഇസ്രയേലി ഇരട്ട പൗരത്വമുള്ള ഒരു വ്യക്തി, ഇത്തരത്തിൽ നിരവധി പേരുടെ ഫോട്ടോ എടുത്തുകൊണ്ട് ഹമാസ് കൃത്യമായി ഇസ്രയേലിന് ഒരു വാണിംഗ് കൊടുക്കുകയാണ്. ജൂതരാഷ്ട്രം അഹങ്കരിച്ചാൽ ഞങ്ങൾക്ക് ഇനിയും പലതും ചെയ്യാൻ കഴിയും, ഞങ്ങളെ വേരോടെ നശിപ്പിച്ചുവെന്ന് നിങ്ങൾ അഹങ്കരിക്കേണ്ട ബെഞ്ചമിൻ നെതന്യാഹു എന്ന് അടിവരയിട്ട് പറയുന്ന സാഹചര്യമാണ്. ഒരറ്റത്ത് യഹ്യാ സരിയുടെ നേതൃത്വത്തിൽ ഹൂതി വിമതർ നടത്തുന്ന ശക്തമായ പ്രതിരോധമുണ്ട്. അത് ഇസ്രയേലിനെ മൊത്തത്തിൽ ആശങ്കപ്പെടുത്തുമ്പോൾ, അതേ സമയത്ത് തന്നെ ഇസ്രയേലിൽ നിന്നും പിടിച്ചുകൊണ്ട് ഹമാസ് കൊണ്ടുപോയി ബന്ദികളാക്കി വെച്ചിരിക്കുന്ന അവരുടെ തുരങ്കങ്ങൾ ഏതാണെന്ന് പോലും ഇതുവരെയും ഇസ്രയേലിന്റെ മൊസാദിനോ അല്ലെങ്കിൽ അമേരിക്കയുടെ പെന്റഗണിനോ മഷയിട്ട് നോക്കിയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും അവർ ഭയാനകമായി കഴിയുകയാണ്. അവരെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഫലസ്തീൻ്റെ രാജ്യ പദവി അതാണ് കൃത്യമായി നെഗോസിയേഷനായിട്ട് വിലപേശലായി ഹമാസ് പറയുന്നത്. അത് മാത്രമാണ് അവരുടെ മുമ്പിൽ. 62,000 പേര് അവിടെ മരണമടഞ്ഞിരിക്കുകയാണ്. ഫലസ്തീൻ്റെ മോചനത്തിനായി പ്രവർത്തിച്ച വീരന്മാരായി തന്നെയാണ് അവരെ കുറിച്ച് ഹമാസ് പറയുന്നത്. അതിനെക്കുറിച്ച് വലതുപക്ഷ മാധ്യമങ്ങൾക്ക് ഒന്നും പറയാനില്ല. അതേസമയം ഫലസ്തീനിലെ ഏതോ ഒരു കുരുന്ന് വിശന്നു വലഞ്ഞിരിക്കുന്ന ഫോട്ടോ വന്നപ്പോൾ അതിനെ കളിയാക്കിക്കൊണ്ട് ഇസ്രയേലി മാധ്യമം പറഞ്ഞത് എന്താണ്? ഒരു വനിത പറയുകയാണ്, ആ കുഞ്ഞിനെ ചുവന്ന് നിൽക്കുന്ന അതിൻ്റെ അമ്മ ആ കുഞ്ഞിനെ കൂടി കഴിച്ച് തടി വയ്ക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അവിടെ പട്ടിണിയല്ല, ആ കുഞ്ഞിനൊന്നും തീറ്റ കൊടുക്കാത്തത് കൊണ്ടാണെന്ന്. എന്ത് ക്രൂരമായ വിനോദമാണ് ഇസ്രയേൽ നടത്തുന്നത്! ഇവിടെയാണ് കൃത്യമായും ഹമാസ് ഉരുളയ്ക്കുപ്പേരി പോലെ ഇങ്ങോട്ട് ആക്രമിച്ച് മനുഷ്യത്വമില്ലാതെ പെരുമാറുന്നവരോട് ഒരു ദയയും വേണ്ട. അവരുടെ ആളുകളെ പിടിച്ചാൽ, ബന്ദികളാക്കിയാൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുമെന്ന് ശക്തമായി അവരോട് ഭീഷണിപ്പെടുത്തുന്നത്